ലോകം വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ വക്കീലാണോ എന്ന ഭീതി ഉണർത്തിക്കൊണ്ട് മധ്യപൂർവേഷ്യയിൽ സൈനിക സംഘർഷത്തിന്റെ കരുനിഴൽ വീണിരിക്കുകയാണ്. ഇറാനിൽ കഴിയുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്ന അടിയന്തര മുന്നറിയിപ്പ് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. ഇത് വെറുമൊരു സാധാരണ ട്രാവൽ അഡ്വൈസറി അല്ല, മറിച്ച് ജീവനും സുരക്ഷയ്ക്കും മുൻഗണന നൽകിക്കൊണ്ടുള്ള അതീവ ജാഗ്രതാ നിർദ്ദേശമാണ്. ഇറാനിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ, ബിസിനസ്സുകാർ, തീർത്ഥാടകർ ഉൾപ്പെടെയുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരും ലഭ്യമായ വാണിജ്യ വിമാനങ്ങളോ മറ്റ് ഗതാഗത മാർഗങ്ങളോ ഉപയോഗിച്ച് വേഗം രാജ്യം വിടണമെന്നാണ് ന്യൂഡൽഹിയിൽ നിന്നുള്ള കർശന നിർദ്ദേശം. എന്താണ് ഇറാനിൽ ഇപ്പോൾ ഇത്രയും ഭീകരമായ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായ ചില ഉത്തരങ്ങളുണ്ട്. ഇറാനിലെ പ്രമുഖ സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾ നയിക്കുന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ വീണ്ടും അതിശക്തമായിരിക്കുകയാണ്. കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന പ്രതിഷേധങ്ങൾ അടിച്ചമർത്തപ്പെട്ടതിന്റെ ആഘാതത്തിൽ നിന്ന് രാജ്യം മുക്തമാകുന്നതിനു മുൻപേ തെരുവുകൾ വീണ്ടും കത്തുകയാണ്. എന്നാൽ ഇതിനേക്കാൾ ഭീതിപ്പെടുത്തുന്നത് ഈ മേഖലയിൽ രൂപപ്പെടുന്ന അന്താരാഷ്ട്ര സൈനിക നീക്കങ്ങളാണ്. ഗൾഫ് മേഖലയിൽ അമേരിക്കൻ ഐക്യനാടുകൾ സൈനിക ഇടപെടൽ നടത്താൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇറാൻ ഒരു സ്ഫോടനാത്മകമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 10,000-ത്തിലധികം ഇന്ത്യക്കാർ നിലവിൽ ഇറാനിൽ താമസിക്കുന്നുണ്ട്. ഇവരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി അതീവ ജാഗ്രതയിലാണ്. പ്രതിഷേധങ്ങൾ നടക്കുന്ന ഇടങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും പാസ്പോർട്ടും മറ്റ് തിരിച്ചറിയൽ രേഖകളും എപ്പോഴും കൈവശം വെക്കാനും നിർദ്ദേശമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനം നടക്കാനിരിക്കെയാണ് ഇന്ത്യ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ശത്രുത പരമകോടിയിൽ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇന്ത്യയുടെ ഈ അടിയന്തര നീക്കം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. ഇതൊരു സാധാരണ വാർത്തയല്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റിന്റെ മുന്നോടിയാണ്. ലോക രാഷ്ട്രീയ ഭൂപടത്തിൽ ഇറാൻ നേരിടാൻ പോകുന്നത് ഒരു യുദ്ധമാണോ അതോ ശക്തമായ നയതന്ത്ര സമ്മർദ്ദമാണോ എന്ന് വരും ദിവസങ്ങൾ വ്യക്തമാക്കും. എന്നാൽ അവിടെ കഴിയുന്ന ഇന്ത്യൻ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. മധ്യപൂർവേഷ്യയിലെ ഈ സംഘർഷം ആഗോളതലത്തിൽ എന്ത് ആഘാതമായിരിക്കും ഉണ്ടാക്കുക എന്ന ആശങ്കയിലാണ് ലോകം. ഈ വിഷയത്തിൽ നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എന്താണ്? ലോകം മറ്റൊരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. കൃത്യമായ വാർത്താ വിശകലനങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.